15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു പ്രമുഖ ഭക്തകവിയും സന്യാസിയുമായിരുന്നു കബീർ ദാസ്. ഹൈന്ദവ-ഇസ്ലാം മതങ്ങളുടെ തത്വങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ട് ലളിതമായ വരികളിലൂടെ അദ്ദേഹം ഭഗവാനെ സ്തുതിച്ചു. കബീർ ഒരു ഇസ്ലാമായിക്കൊണ്ട് അക്കാലത്തെ യാഥാസ്ഥിതിക ബ്രാഹ്മണ സമൂഹം അദ്ദേഹത്തെ അംഗീകരിച്ചിരുന്നില്ല. ഒരു ദിവസം കബീർ വാരണാസിയിലെ പ്രസിദ്ധമായ കാശി വിശ്വനാഥ ക്ഷേത്രം സന്ദർശിക്കാൻ പോവുകയായിരുന്നു. എന്നാൽ അദ്ദേഹം ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത് അവിടുത്തെ പുരോഹിതന്മാർ എതിർത്തു. ഒരു മുസ്ലിമിന് ക്ഷേത്രത്തിൽ പ്രവേശനമില്ല എന്ന് പറഞ്ഞ് അവർ അദ്ദേഹത്തെ തടഞ്ഞു. കബീർ അവരുടെ വാക്കുകൾ കേട്ട് ദുഃഖിതനായി. എങ്കിലും അദ്ദേഹം ഒരു തർക്കത്തിന് പോയില്ല. കബീർ ക്ഷേത്രത്തിന് പുറത്ത് ഭഗവാനോട് പ്രാർത്ഥിച്ചു. ഭഗവാനെ, എനിക്ക് അങ്ങയെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ഞാൻ അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ അങ്ങ് എപ്പോഴുമുണ്ട്. ഇങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം ക്ഷേത്രത്തിന് പുറത്ത് ധ്യാനനിരതനായി ഇരുന്നു. അത്ഭുതകരമെന്നു പറയട്ടെ, അപ്പോൾ ക്ഷേത്രത്തിനുള്ളിലെ ദേവന്റെ വിഗ്രഹം ഇളകിമറിയാൻ തുടങ്ങി. പുരോഹിതന്മാർ വിഗ്രഹം നേരെയാക്കാൻ ശ്രമിച്ചെങ്കിലും അവർക്ക് സാധിച്ചില്ല. ഭഗവാൻ തന്റെ ഭക്തനായ കബീറിനെ തടഞ്ഞതിൽ കോപാകുലനാണെന്ന് അവർക്ക് മനസ്സിലായി. ഒടുവിൽ അവർ കബീറിനെ ക്ഷേത്രത്തിനുള്ളിലേക്ക് ക്ഷണിച്ചു. കബീർ ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ വിഗ്രഹം പൂർവ്വസ്ഥിതിയിലായി. ഈ സംഭവം കബീറിനോടുള്ള ഭഗവാന്റെ സ്നേഹം എത്ര വലുതാണെന്ന് തെളിയിക്കുന്നു. മതം, ജാതി, വർണ്ണം എന്നിവയൊന്നും ഭഗവാൻ നോക്കാറില്ല. ഭക്തന്റെ ഹൃദയത്തിലെ സ്നേഹവും വിശ്വാസവുമാണ് ഭഗവാന് വലുതെന്ന് ഈ കഥ ഓർമ്മിപ്പിക്കുന്നു.